വിശ്വാസികളെ, പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ യെരൂശലേമിലേക്കുള്ള വിജയപ്രവേശനത്തെയാണ് ഇത് കുറിക്കുന്നത്. ജനങ്ങൾ പനയോലകളെടുത്ത് ഹോശന്ന എന്ന് വിളിച്ച് അവനെ വരവേറ്റു. എന്നാൽ ഈ ആഘോഷത്തിനകത്ത് ഒരാഴമുള്ള ആത്മീയ സന്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 6 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 1. ഹോശാന എന്ന വിളി, രക്ഷയുടെ ആഗ്രഹം. ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ. ഹോശാന എന്ന പദത്തിന് രക്ഷിക്കണമേ എന്ന അർത്ഥമാണ് ഉള്ളത്. പ്രത്യേകിച്ച് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറയുന്നത്, ജനങ്ങൾ ഹോശാന വിളിച്ചപ്പോൾ അവർ രക്ഷയുടെ രാജാവിനെ സ്വാഗതം ചെയ്തു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഹോശന്ന എന്നത് ഹൃദയത്തിൽ നിന്നുള്ള രക്ഷാ വിലാപമായിരിക്കണം. 2. വിനയ രാജാവ്, കഴുതപ്പുറത്ത് വന്ന ക്രിസ്തു. യേശു ഒരു കഴുതപ്പുറത്ത് കയറി യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നു. ഇത് പ്രവാചകൻ്റെ പ്രവചനത്തെ നിവൃത്തിയാക്കുകയാണ്. പരിശുദ്ധനായ സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, കഴുതപ്പുറത്ത് വന്ന ക്രിസ്തു നമ്മെ വിനയത്തിൻ്റെ പാത പഠിപ്പിക്കുന്നുവെന്ന്. ക്രിസ്തുവിൻ്റെ രാജ്യത്വം ലോകീയ മഹത്വത്തിൽ അല്ല, വിനയത്തിലാണ് എന്നും പലപ്പോഴും ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും വളരെ നിരാശാജനകവും നിർഭാഗ്യകരമായ കാര്യവുമാണ്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് ശിഷ്യന്മാരുടെ മനസ്സിലാക്കൽ പിന്നീട് മാത്രം എന്നുള്ളതാണ്. വചനത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാർ ആദ്യം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്ന്. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ സമയത്തോടെ വെളിപ്പെടും എന്ന് നാസിയാൻസിലെ ഗ്രിഗോറിയോസ് നമ്മളെ ഇതുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പല കാര്യങ്ങളും പിന്നീട് മാത്രമാണ് മനസ്സിലാകുന്നത്. 4-ാമത്തെ ചിന്ത എന്നുള്ളത് സാക്ഷികളുടെ പങ്ക് ലാസറിൻ്റെ അത്ഭുതത്തിൽ നിന്ന്. ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ സാക്ഷികൾ ഈ സംഭവത്തെ പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധനായ സിറിയയിലെ എഫ്രൈം പറയുന്നത്, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ വിശ്വാസത്തിൻ്റെ വിളക്കുകളാണെന്നാണ്. ദൈവാനുഭവം ഉള്ളവർ അത് മറ്റുള്ളവരിലേക്ക് പങ്കിടും. അപ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. 5-ാമത്തെ ചിന്ത എന്നുള്ളത് പരീശരുടെ പ്രതികരണമാണ്. അസൂയയും അന്ധതയും നിറഞ്ഞ പരീശന്മാരുടെ പ്രതികരണം. പരീശന്മാർ പറയുന്നുണ്ട്, ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ പോകുന്നുവല്ലോ എന്ന്. അഹങ്കാരം മനുഷ്യനെ ആത്മീയമായി അന്ധനാക്കുന്നുവെന്ന് വലിയമാർ ബസേലിയോസ് ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അഹങ്കാരവും അസൂയയും നമ്മെ സത്യത്തിൽ നിന്നും ദൈവാത്മകതയിൽ നിന്നും അകറ്റുന്നുവെന്നും നമുക്ക് കാണാൻ സാധിക്കും. 6. ഹോശന്നായിൽ നിന്ന് ക്രൂശിലേക്കുള്ള യാത്ര. ഇന്ന് ഹോശാന വിളിച്ച ജനങ്ങൾ പിന്നീട് അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിക്കുന്നതായി പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ഥിരമായ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ഭക്തി താൽക്കാലിക മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 6 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 1. ഹോശന്ന രക്ഷയുടെ പ്രാർത്ഥനയാണ്. 2. ക്രിസ്തു വിനയത്തിൻ്റെ രാജാവാണ്. 3. ദൈവത്തിൻ്റെ പദ്ധതികൾ സമയം കൊണ്ട് മാത്രമാണ് വെളിപ്പെടുന്നത്. 4. വിശ്വാസം സാക്ഷ്യമായി പങ്കിടണം. 5. അഹങ്കാരം ആത്മീയത അന്ധതയിലേക്ക് നമ്മളെ നയിക്കുന്നു. 6. സ്ഥിരമായ വിശ്വാസം ഒരു ക്രിസ്ത്യാനിക്ക് എന്നും അനിവാര്യമാണ്. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, ഹോശന്ന കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. വിനയത്തോടെ ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. അവനെ അനുസരിച്ച് സ്ഥിരമായ വിശ്വാസത്തിൽ ജീവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ ദൈവമഹത്വത്തിൽ നമ്മുടെ ജീവിതം അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഉള്ളതായി തീരട്ടെ.